എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ രേഖ രതീഷ് ചേച്ചിയുടെ വീഡിയോ വന്നതിന് ശേഷം വന്ന സമയത്ത് എല്ലാം ഒട്ടുമുക്കാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ചേച്ചിയോട് നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾക്ക് വിഷയം അറിയാമായിരിക്കുമല്ലോ. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നെ കടന്നാക്രമിക്കുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും തന്നെ അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പേരെടുത്ത് പറയേ, ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചത്, പേരെടുത്ത് പറയുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും ചെയ്തു. കാരണം ചെയ്യാത്ത ഒരു കാര്യത്തിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പലരുടെ പേരും പല കമൻറ്റ് ബോക്സിലും ആരോപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ ചേച്ചി വന്നിട്ട് 3-4 ചാനലുകളുടെ പേര് വിളിച്ച് പറഞ്ഞു. അതിലൊരു ചാനലാണ് അബാക് ഡിബേറ്റ്, രണ്ടാമത്തെ ചാനൽ കക്കരി ആൻഡ് ഫാമിലി, 3 സിനി ലൈഫ്, 4 മറുനാടൻ, ഇങ്ങനെ 4 ചാനലുകളുടെ പേര് പറഞ്ഞു. ബാക്കിയുള്ള ലിസ്റ്റുകൾ ചേച്ചി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടായി. തെറ്റിദ്ധാരണ ഉണ്ടായതിൽ ഞാനും തെറ്റിദ്ധരിച്ചു, ഞാനും വീഡിയോ ചെയ്തു. പക്ഷേ ആ തെറ്റിദ്ധാരണ മാറിയപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട്, ഒരാളെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ ഒരു സുഹൃത്തുമായ റനീസ്ക്ക വന്നൊരു കമൻറ്റ് ചെയ്തു, ദയവേദ ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, ഇത് കണ്ടിട്ടായിരിക്കാം, ഈ വീഡിയോ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ അവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊരു കമൻറ്റ് ചെയ്തു. ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ശരിക്കും 2 പെൺകുട്ടികളിരുന്നിട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം മെയിൻ സ്ട്രീം ഓൺലൈൻ മീഡിയ എടുത്തു വെച്ച് സംസാരിച്ചു എന്നും പറഞ്ഞിട്ട്, പക്ഷേ ഈ മെയിൻ സ്ട്രീം ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന മനോരമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഇതിൻ്റെ പോസ്റ്റേഴ്സാണ് സ്പ്രെഡ് ചെയ്തത്. അതായത് രേഖ രതീഷ് 5ാം വിവാഹത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് സ്പ്രെഡ് ചെയ്തു. പക്ഷേ അവരത് റിമൂവ് ചെയ്തു. അത് രേഖ ചേച്ചിയോട് ചോദിച്ചിട്ട്, എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് ചേച്ചിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ചാനലുകാരെല്ലാം ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. അപ്പോൾ ചേച്ചി ചോദിച്ചു, എന്തിനാ പെട്ടെന്ന് ഇൻ്റർവ്യൂ? അല്ല, രേഖ കല്യാണം കഴിക്കാൻ പോവല്ലേ? ചേച്ചി ചോദിച്ചു, ആര് പറഞ്ഞു? അല്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എനിക്കറിയില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നോ എന്നും പറഞ്ഞിട്ടാണ് അവർ ആ ന്യൂസ് റിമൂവ് ചെയ്യുന്നത്. അതിന് മുൻപ് തന്നെ ഇവർ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അബാക് ഡിബേറ്റുകാർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ അവർ അതൊരു കോണ്ടൻറ്റാക്കി മാറ്റി. ഈ കോണ്ടൻറ്റിൻ്റെ തംബ്നെയിൽ എന്ന് പറയുന്നതാണ് രസം. രേഖ രതീഷിൻ്റെ 5ാം വിവാഹം വിവാദത്തിലേക്ക്, ഇതാണ് അവരുടെ ഒരു തംബ്നെയിൽ. ബാക്കി തംബ്നെയിൽ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ വീഡിയോ ചെയ്തു. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അന്ന് രാത്രിയും പിറ്റേ ദിവസം രാവിലെയായിട്ട് ഞാൻ എൻ്റെ 2 വീഡിയോയും, ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയും അതുപോലെ യൂട്യൂബിലിട്ട വീഡിയോയും റിമൂവ് ചെയ്തിട്ട് ഞാൻ രാത്രി തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു. ഈ ചാനലിനെ മെൻഷൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു, ഇവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. അത് കണ്ടിട്ട് ചേച്ചി എന്നെ കോൺടാക്ട് ചെയ്യുകയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ചേച്ചി ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ചു. ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയപ്പോൾ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റി എന്നുള്ളത് ഞാനൊരു അഭിമാനമായിട്ട് കാണുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വാലുണ്ടല്ലോ, വാലിൻ്റെ ചാനൽ ഞാൻ ഒരു കമൻറ്റ് ചെയ്തു. അതായത് ചേച്ചിയുടെ ഫസ്റ്റ് വീഡിയോ അവർ റിയാക്ട് ചെയ്ത സമയത്ത് അതിന് താഴെ ഞാൻ കമൻറ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം വഴി എപ്പോഴാണ് മുഖ്യമന്ത്രി പരാതികൾ എടുത്തു തുടങ്ങിയത്? കാരണം എനിക്കറിയില്ല, അങ്ങനെ ഒരു കേട്ടുകേൾവി എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചേച്ചിയുടെ വിഷയമാണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വന്നു എന്നതിൻ്റെ പേരിലല്ല പരാതി എടുത്തത്. ചേച്ചി അവിടെ പോയിട്ട് പരാതി കൊടുത്തു. അതിന് ഒക്കെ ബദലായിട്ടാണ് ബാക്കി പരിഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമല്ല ആ കംപ്ലയിൻറ്റ് അവരെടുത്തത്. അതൊരു കാരണമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമല്ല കാരണം. കംപ്ലയിൻ്റായിട്ട് തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന് ഈ വാല് വന്നിട്ട് ദേവിനെ പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത് ദേവിനെ മാത്രമല്ല, ഞാൻ എല്ലാവരെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാനവിടെ കമൻറ്റ് ചെയ്തത് കൊണ്ടാണ് ദേവിൻ്റെ പേരെടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം. അതായത് ഈ വാലിൻ്റെ വീഡിയോ, വാലിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. ഞാൻ വീഡിയോ വയ്ക്കുന്നില്ല, ജസ്റ്റ് ഞാൻ വോയിസ് കേൾപ്പിക്കാം. എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല ഇവരുടെ സംഭവം സംസാരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണ്, മറ്റുള്ളവരെല്ലാം മോശക്കാരാണ്, തെറ്റുകാരാണ് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കേൾപ്പിച്ച് തന്നെ ഞാനിതിന് മറുപടി പറയുന്നത്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ലേഖയുടെ ഒരു പരാതി കുറിച്ച് കേട്ടല്ലോ. ഞാനും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനത് റിയാക്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ബ്ലോഗർ, അതായത് നമ്മുടെ ദേവ് ഡിക്കോട്സ്, അദ്ദേഹം വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, എന്നാണ് ഇൻസ്റ്റഗ്രാം വഴി പിന്നെ മന്ത്രി പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയത്. അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ദൈവം. ഒരു നല്ല മനുഷ്യനെ ചീത്തയാക്കുന്നതും ചീത്ത മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നതും സോഷ്യൽ മീഡിയയിലെ കുറേ ബ്ലോഗർമാരാണ്. എത്ര പുഴുത്ത ക്യാരക്ടറുള്ള ഒരു വ്യക്തി വലിയ മഹാനാകുന്നതും നല്ല വ്യക്തികളെ വെറും പുഴുവാക്കുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ ഇവർ ചെയ്തത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇതിനൊക്കെ അപേക്ഷകൾ കൊടുത്തിട്ട് യാതൊരുവിധ മൈൻഡും ഉണ്ടായിട്ടില്ലെന്ന്. ഇന്നലെ അവരങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് ഇവിടം വരെ ചെന്നെത്തി. അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ. ഇപ്പോൾ ദേവന് മനസ്സിലായല്ലോ. ഞാൻ അംഗീകരിക്കുന്നു,
സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് പവർ ഉണ്ടെന്ന് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, തൃശ്ശൂർ അരിമ്പൂർ 16 വയസ്സുകാരനെ 6 പേർ ചേർന്ന് മർദ്ദിച്ച കേസിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു, 2 പേരെ അറസ്റ്റ് ചെയ്യാതെ അവരുടെ പേര് പോലും പത്രങ്ങളിൽ വരാതെ പോലീസും മീഡിയയും രാഷ്ട്രീയക്കാരും അത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനും ഷഫീന ചേച്ചിയും ചെയ്തൊരു വീഡിയോയുടെ ബേസിൽ 4,85,000 പേര് ആ വീഡിയോ കാണുകയും ഇൻസ്റ്റഗ്രാമിലാണ്. പോലീസ് അതിലൊരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മെയിൻ പ്രതിയെ ഇന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന് പുറകിൽ വേറെ കുറേ കളികളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഓക്കെ, അത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. 2, ഇവിടെ രേഖ ചേച്ചി ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, രേഖ ചേച്ചി ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടിയത് 10-15 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പേരുകളിലേക്ക് മാത്രമാണ്. അതിനകത്ത് അതുലും ഡാനിയും സീക്രട്ട് ഏജൻറ്റും അങ്ങനെയുള്ള ഒരുപാട് റെയർ റീൽസും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇതേ ചോദ്യം ചോദിച്ചു, നിങ്ങൾ പേര് പറയൂ, ഞങ്ങൾ ആരും തന്നെ ചെയ്തിട്ടില്ല, നിങ്ങൾ പേര് പറയൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഏത് യൂട്യൂബറെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, പേര് പറയൂ എന്ന് പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രി ഇൻസ്റ്റാഗ്രാം വഴി കംപ്ലയിൻ്റ് എടുത്തുള്ള ചരിത്രം എനിക്കറിയില്ല. അങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, എന്നെ തിരുത്താം, നോ ഇഷ്യൂ. തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താൻ യാതൊരു മടിയും ഞാൻ കാണിക്കാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തെളിവ് കിട്ടി, ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ടുള്ളൂ ഇന്നേ വരെയും ഏത് വീഡിയോ ചെയ്യുമ്പോഴും. അപ്പോൾ രേഖ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ലിങ്ക്, റെനീസ്ക്ക് ആ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊണ്ടിട്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ്. അതിനുശേഷം അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും മറിച്ച് ഈ ചാനൽ അഗെയിൻസ്റ്റ് ഞാൻ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ, രേണുവിൻ്റെ വാലായ നിങ്ങൾ, ഒരു മഹത് വ്യക്തിയെ അനാവശ്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പോയി മാപ്പ് പറഞ്ഞിട്ടും ഇന്നും ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ല. അത് നിങ്ങളുടെ നാട്ടിൽ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്, കേസ് നടക്കുകയല്ലേ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട്. അതല്ലല്ലോ കാര്യം. തെറ്റ് ചെയ്യാതെ നിങ്ങൾ പോയി മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തൻ്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടുമ്പോൾ തൻ്റെ അവിടെ ഇരിക്കുകയാണ്, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ തെറിവിളി, നമ്മൾ പുറത്ത് കണ്ട തെറിവിളിയൊന്നല്ല, അതുക്കപ്പുറം തെറിവിളികളുണ്ട്. ഈ പറയുന്ന വാല് ആ മഹത് വ്യക്തിയെ വിളിച്ച തെറിവിളി, അതെന്നെ കൊണ്ട് പുറത്തേക്ക് എടുപ്പിക്കരുത്. ബാക്കിയേക്കാം. മാത്രമല്ല അവരെന്തിനാണ് ഇത് ചെയ്തതെന്ന് അരിയാഹാരം കഴിച്ച് കിടക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ശരിയാണ്, ഞാനത് പറയാനുള്ള കാരണം ആ പ്രൊഫൈലിൽ കണ്ട മറ്റ് ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ചില ഇൻറ്റൻഷനോട് കൂടിയാണ് ആ വീഡിയോ ചെയ്തെന്നുള്ളൊരു തോന്നൽ എനിക്ക് മാത്രമല്ല കേട്ടോ, ഒട്ടുമുക്കാൽ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റീസൺ അറിയാത്തത് കൊണ്ടാണ്. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ വ്ളോഗേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ സംശയിച്ചു. ആ സംശയം മാറിയപ്പോൾ സംശയം മാറ്റിയവരെല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ വീഡിയോകൾ മാറ്റുകയും പകരം അവർ ഏതൊക്കെ ചാനലിനാണോ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചത്, ആരൊക്കെയാണ് അവരെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് വിളിച്ചു പറഞ്ഞോ, പേരുകൾ വിളിച്ചു പറഞ്ഞോ, ആ ചാനലിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാൾ, നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വോയിസ്, ഇവരൊരാളെ മോശമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനോട് മാപ്പും പറഞ്ഞതിന് ശേഷവും തെറ്റ് മനസ്സിലാക്കാതെ പോയി മാപ്പ് പറയുമോ ഒരാൾ? ഇല്ലല്ലോ. മാപ്പ് പറഞ്ഞതിന് ശേഷവും ആ വീഡിയോകൾ ഇന്നും ആ പ്രൊഫൈലിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നെ വിമർശിക്കാൻ? ഇല്ല, ഒരു യോഗ്യതയില്ല. ഇനി ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നിങ്ങളെ വിളിച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. റീച്ചില്ലാതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഉടനെ തന്നെ തിരിച്ചൊരു വീഡിയോ ഇതേപോലെ ഞാൻ കണ്ടു. അതായത് 2-3 പെണ്ണുങ്ങൾ ഇപ്പൊ ഇവർ പറഞ്ഞ ആ ചാനലുകാർ ഇവരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അവരെ പൊക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ. എന്തിന്? ഇവർ പോലും താങ്കളുടെ ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ. തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാനത് തിരുത്താൻ തയ്യാറായി. പക്ഷെ നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇന്നും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു വ്യക്തിയെ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പോയി സോറി പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും ആ വീഡിയോ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ പറയുന്ന ന്യായീകരണം എന്താണ്? കേസ് നടക്കുമല്ലേ, ആ വീഡിയോ അവിടുന്ന് റിമൂവ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു, പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ല. ആ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാൻ യാതൊരു യോഗ്യതയില്ല. ബാക്കി അവരെന്തുകൊണ്ടത് സ്റ്റോറി ഇട്ടു, ഞാൻ എന്താ ചെയ്തതെന്നും ഞാൻ എന്തുകൊണ്ടത് ചെയ്തെന്നും അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്. അല്ലെങ്കിൽ അവർക്ക് സ്റ്റോറി ഇടേണ്ട കാര്യമില്ലല്ലോ. അവരെന്നെയും ഒരു ശത്രുവായിട്ട് കണ്ടാൽ പോരെ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനത് മാറ്റി ചെയ്തപ്പോൾ അവരത് അവരുടെ സ്റ്റോറിയിലിട്ടു. രണ്ടാമത്തെ കാര്യം, ആ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ചുമ്മാ വന്ന് വീഡിയോ ചെയ്ത് ആ വഴിക്ക് പോവല്ല ദയവ് ചെയ്യുന്നത്. അത് ആരുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് ഞാൻ റീച്ച് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ തെറ്റിനെ ന്യായീകരിക്കില്ല, തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കില്ല, തെറ്റുകൾ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത തെറ്റാണ്, നീ ചെയ്യുന്ന തെറ്റാണ്, അത് നീ മാറ്റി ചെയ്യണം. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോഴും തെറ്റുകൾ വിളിച്ചു പറയുമ്പോഴും
ആരെങ്കിലും അത് എടുത്ത് വെച്ച് വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്നവരുടെ മെക്കിട്ട് കയറാൻ നിൽക്കില്ല. അതെൻ്റെ ശീലമല്ല. നാട്ടുകാർ മുഴുവൻ ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടച്ച് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ പ്രശ്നമാണോ ആ വ്യക്തിയുടെ പ്രശ്നമാണോ? ആ വ്യക്തിയെ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുമ്പോൾ, വെള്ള പൂശാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്താ വിളിക്കേണ്ടത്? ആ വിളിയാണ് ഞാൻ വിളിച്ചത് വാലെന്ന്. ബാക്കി കണ്ണു അടച്ച് നമ്മൾ മുന്നിൽ ഇങ്ങനെ കാണുന്നത് എന്തും തോന്നിയാസം പറയാമെന്ന് ശ്രമിക്കരുത്. അതിനകത്തുള്ള സത്യം കൂടി മനസ്സിലാക്കണം. അവരെന്തിന് അങ്ങനെ പറഞ്ഞു, അവരെന്തിനങ്ങനെ പ്രതികരിച്ചു എന്നും കൂടി ചിന്തിച്ചതിന് ശേഷം വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും. ആണല്ലോ, അവരെന്തിനങ്ങനെ ചിന്തിച്ചു, എന്തിനങ്ങനെ ചെയ്തു എന്ന് സത്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വീഡിയോകൾ ചെയ്യാവൂ, ചിന്തിക്കാവൂ എന്നാണല്ലോ പറയുന്നത് അല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? ഞാൻ ഇനി കേട്ടത് മാറിപ്പോയിട്ടില്ലല്ലോ. ഇത് ഉറപ്പിക്കാമല്ലോ അല്ലേ? കുറച്ചുകൂടെ കേൾക്കാട്ടോ. അങ്ങനെ ആദ്യമേ അത് ചിന്തിച്ചിരുന്നെങ്കിൽ രണ്ടാമതൊരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ ദൈവത്തിന് വരില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും ബാധകമാണ്. നമ്മളിപ്പോ ആരെയാണ് മോശം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യത്തിലായാൽ പോലും ഞാൻ പറഞ്ഞ ആരെയാണെന്ന് വ്യക്തമായി കാണുന്നത് മനസ്സിലാക്കുന്നു. പിന്നെ വളരെ വ്യക്തമായി. പക്ഷെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. കാരണം ആ വ്യക്തി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എൻ്റെ ചാനലിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ആ വ്യക്തിയുടെ വീഡിയോയിൽ ഞാൻ ചെയ്യാറില്ല, ഒഴിവാക്കി വിടുകയാണ്, എഴുതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്നെ നിങ്ങളുടെ കളത്തിലേക്ക് വലിച്ചിറക്കിയതാണ്. നിങ്ങൾ 2 പേരും ഞാൻ വിട്ട കേസാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതിന് മറുപടി തരുന്നത്. ഈ പറഞ്ഞ കാര്യം ആ വ്യക്തിയുടെ കേസിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. കാരണം ആ വ്യക്തിയുടെ നാവ് കൊണ്ട് പുറത്തേക്ക് തള്ളുന്ന വിസർജ്യങ്ങൾ സൊസൈറ്റിക്ക് അപമാനകരമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് സംസാരിക്കേണ്ടി വരുന്നത്, സംസാരിച്ചിട്ടുള്ളത്. അവർ പറയാത്ത ഒരു കാര്യം പോലും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. എൻ്റെ പേരോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പേരോ ശാന്തിവിള ദിനേശ് എന്നല്ല. കാണാത്തയും അറിയാത്തയുമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട വീഡിയോകൾ വെച്ചിട്ടും ഞങ്ങളുടെ കൺമുന്നിൽ കിട്ടിയ അറിവുകൾ വെച്ചിട്ടുമാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അവരുടെ വിഷയത്തിൽ. ഓക്കെ, നിങ്ങൾ ഇന്ന് വരെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും അവരെന്താ കാണിച്ചു നടക്കുന്നത്? ഇന്നലെയും വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പല ആൾക്കാരും. പക്ഷേ എനിക്ക് താല്പര്യമില്ല, ഞാൻ വിട്ടു. കാരണം ഉണ്ടാകുമ്പോൾ സംസാരിക്കാം, ഇപ്പം എനിക്ക് താല്പര്യമില്ല. ബാക്കി നിങ്ങൾക്കുള്ള മറുപടി, നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എടുത്തുചാടി ഒന്നും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. വീഡിയോ ചെയ്തതിന്റെ താഴെ ദേവുവിന്റെ കമന്റ് വന്നത് കൊണ്ടാണ് ഞാൻ ദേവുവിന്റെ പേരെടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ രേഖ എന്ന് പറയുന്ന വ്യക്തിയെ സത്യസന്ധമായിട്ട് ഞാൻ പറയുക, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇനി അത് ആര് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ല, എനിക്ക് യാതൊരു വിഷയമില്ല. കേൾക്കണം, സത്യസന്ധമായ കാര്യമാണ്, അസത്യമായ കാര്യമല്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാല് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സത്യം എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇതേവരുടെ ഒരു കഥ എഴുതി ജീവിതം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ കാണുന്നത്. കഥ എഴുതി ജീവിതമാണെന്ന് പറയും. വേറെ ഒരു ഭാര്യയും ഭർത്താവും ഇവരും ആയിട്ടുള്ള ഒരു സംവാദമായിരുന്നു. കാരണം ആ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡിനെ ഇവർ സ്നേഹിച്ച് അവരെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവരുടെ കൂടെ പോകുന്നതായിരുന്നു ആ ഒരു ഇത് കണ്ടന്റ് ക്രിയേറ്റ് അല്ല, അത് ഒറിജിനൽ നടന്ന സംഭവമാണ്. അപ്പൊ ആ ഒരു സ്ത്രീ ആ ഒരു ഭർത്താവിനെ വിട്ടുകൊടുത്തിട്ട് ആ ഒരു സ്ത്രീയുടെ മടക്കം, അത് സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയം നൊന്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. ഞാനും അങ്ങനെ പ്രതിയതിനെ അനുഭവിക്കൂടി, ഞാനും അങ്ങനെ പ്രാഗിയിരുന്നു. കേട്ടല്ലോ, എന്തേ തിരിച്ച് ചിന്തിച്ചില്ല? ആ സ്പോട്ടിൽ നിങ്ങൾ പ്രാഗി ഇല്ലേ? നീ ഇതിന് അനുഭവിക്കൂടി എന്ന് പറഞ്ഞ് പ്രാഗി. എന്തേ ചിന്തിച്ചില്ലേ? അയ്യോ അതിന് മറുവശമുണ്ടോ എന്ന് അപ്പോൾ ചിന്തിച്ചില്ലേ? നിങ്ങൾ ചിന്തിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു. പക്ഷേ എൻ്റെ അപ്പം ചിന്തിക്കാത്തത്? ഇനി ഈ പ്രാഗി എന്ന് പറഞ്ഞല്ലോ, ഈ പ്രാഗി തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ? ഞങ്ങളൊക്കെ വീഡിയോ ചെയ്ത് തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലായപ്പോൾ വീഡിയോ റിമൂവ് ചെയ്തു. ഓക്കെ, നിങ്ങൾ പ്രാഗി എന്ന് പറയുന്നു, ഈ പ്രാക്ക് തിരിച്ചെടുക്കാൻ പറ്റിയോ? നീ ഇതിന് അനുഭവിക്കൂടി എന്ന് പറഞ്ഞ ആ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റിയോ? അപ്പോൾ അത് തെറ്റല്ലേ? എനിക്ക് എന്തോ ആവാം, നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല, എനിക്ക് തെറ്റ് സംഭവിക്കാം. നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പ്രാഗി. ഞാനല്ലാട്ടോ പറഞ്ഞത്, ഈ വാല് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രാഗിയതിന് ശേഷം എന്താ സംഭവിച്ചത്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു. അപ്പോൾ സമയമെടുത്തു ചിന്തിക്കാനായിട്ട്. കേൾക്കാതെ അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. കാരണം സ്വന്തം ഭാര്യ ഒന്നും അല്ലാത്ത രീതിയിൽ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ ഇമ്പോർട്ടന്റ് കൊടുത്ത് ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും താങ്ങാൻ പറ്റില്ല. ആ ഒരു വീഡിയോ അതിന് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? വേറൊരു പെണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയെ തള്ളി പറയുമ്പോൾ അത് ആ പെണ്ണിൻ്റെ മിസ്റ്റേക്കാണോ ആ തള്ളി പറയുന്നവൻ്റെ മിസ്റ്റേക്കാണോ? അവിടെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? ഈ പെണ്ണിനല്ലേ. അപ്പോഴും കുറ്റപ്പെടുത്തുന്നത് കുറ്റമാർക്കാണ്? ഈ പെണ്ണിനാണ്. ഈ തള്ളി പറഞ്ഞവനെ നിങ്ങളൊന്നും പറയുന്നില്ല. ഇതാണോ വാലിൻ്റെ നിലപാട്? പിന്നെ നിങ്ങൾ ഇതിനകത്ത് കർമ്മ എന്നൊരു സാധനം പറയുന്നുണ്ട്, എനിക്കതുകൊണ്ട് മനസ്സിലായില്ല. അതൊന്ന് കേൾക്കാം. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതാണ്. പിന്നെ ആലോചിച്ചപ്പോൾ ഇവിടെയും ആലോചിക്കാനുള്ള സമയം എടുത്തു. അതായത് ആ ലിങ്ക് കയ്യിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് രേഖ ചേച്ചി ചെയ്തതിനകത്ത് ന്യായമുണ്ട് എന്ന് മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾ കാണിച്ചു. ഓക്കെ, ചെയ്ത വീഡിയോ കളയാനും മാറ്റി ചെയ്യാനും ഞങ്ങൾ തയ്യാറായി. മനസ്സിലായോ? അതാണ് എത്തിക്സ് ഉള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്.
കാര്യം മനസ്സിലാവുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ അത് സോറി പറയാനും തിരുത്തി ചെയ്യാനുള്ള മനസ്സ് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ കാണിക്കും. അതാണ് വ്യത്യാസം. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും ആ തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടും ആ വീഡിയോ ഇന്നും നിങ്ങളുടെ പ്രൊഫൈലിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഞാനാണോ വലുത്, നിങ്ങളാണോ വലുത്? നാട്ടുകാർ പറയട്ടെ. എന്നെ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ ആരാണ് നല്ലത് ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് അധികം ഇങ്ങോട്ട് ചൊറിയാൻ വരരുത്. ഞാൻ അങ്ങോട്ട് ആരെയും ചൊറിയാൻ പോയിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തിയിട്ട് വിടാറുള്ളൂ. പക്ഷേ എൻ്റെ മാന്തൽ സഭ്യമായ ഭാഷയിലായിരിക്കും. ഞാൻ അസഭ്യം പറഞ്ഞിട്ടോ അനാവശ്യം പറഞ്ഞോ ഞാൻ മാന്താറില്ല. ഓക്കെ, ഇതെൻ്റെ രീതിയാണ്. പല സമയത്തും നിങ്ങൾ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടുകാരെ വിമർശിച്ചിട്ടും നിങ്ങൾ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ അനാവശ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ പോയാൽ അവരുടെ വായിൽ നിന്ന് പുളിച്ച് തെറി കേൾക്കുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഫോക്കസ് ചെയ്യും. അത്രേ ഉള്ളൂ. അത്രേ ഞാനിതിന് വില കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം, പ്രാകാം, ഒരു പ്രശ്നമില്ല. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് എവിടുത്തെ ന്യായമാണ്? അതെന്ത് നിലപാടാണ്? ഈ നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കണമെന്നൊരു പഴമൊഴിയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ചില ആൾക്കാരുടെ അവസ്ഥ. എത്രയൊക്കെ തലകുത്തി നിന്ന് പറഞ്ഞു കൊടുത്താലും, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അംഗീകരിക്കില്ല. ഞാനാണ് വലുത്, ഞാനാണ് ശരി എന്ന് സ്വയം അങ്ങ് അഹങ്കരിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ. പുച്ഛം മാത്രമേ ഉള്ളൂ, വെറും പുച്ഛം മാത്രം, വേറൊന്നും തോന്നുന്നില്ല. എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു കലാകാരിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു പെർഫോമറാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ മുൻപൊരിക്കലും ഒരു വീഡിയോ ചെയ്തപ്പോൾ. അതായത് ഇവർ അഭിനയിച്ചൊരു സിനിമ നാരി നാരി നടുമമുറൈ എന്ന് പറയുന്ന സിനിമ, അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ നായകനെ ഡബ് ചെയ്തത് ഞാനാണ്. അപ്പോഴാണ് ഞാൻ ഇവരുടെ സിനിമയിലുള്ള ഒരു സീൻ കാണുന്നത്. ഇവർ സിനിമയിൽ അഭിനയിച്ച കാര്യം ഞാൻ കാണുന്നത് ഞാൻ ഡബ് ചെയ്ത സമയത്താണ്. അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും നല്ലൊരു കലാകാരി ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി, ഇങ്ങനൊരു വ്യക്തി ഇൻ ദ സെൻസ് എന്ത് തോന്നിവാസം കാണിച്ച്, എന്ത് തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് ലൈംലൈറ്റിൽ നിൽക്കാൻ തത്രപ്പാട് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വയം നാറുന്നത്, ഇത്രയും നല്ലൊരു കലാകാരി വന്നിരുന്ന സ്വയം നാറുന്നത്, അതാലോചിക്കുമ്പോൾ സഹതാപം മാത്രമേ തോന്നുള്ളൂ. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇനി കുറച്ചും കൂടെ ഭാഗമുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ വളരെ മോശമാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇത് എന്ന് പറയുന്നത് കർമ്മ ഈസ് ബൂമറാങ്. ആരെന്ത് ചെയ്താലും കർമ്മ എന്നൊരു ഫലം നമ്മൾ അനുഭവിച്ച ഈ ഭൂമിയിൽ നിന്ന് പോകും. ആ കർമ്മ എന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് അവരിന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാമായിരുന്നു. കാരണം കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാൻ അവരോട് സംസാരിച്ചു. കഴിഞ്ഞ 14 വർഷമായിട്ട് സ്വന്തം കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതും ഈ കർമ്മയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ നേരിടുന്ന സൈബർ ബുള്ളിങ്, അതും അവരറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നതാണ്. അത് കർമ്മയുടെ ഭാഗമാണെങ്കിൽ അവരത് സ്വീകരിക്കാനും തയ്യാറാണ്. മനസ്സിലായോ? അതുകൊണ്ട് കർമ്മയെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കർമ്മ എല്ലാവർക്കും ബാധകമാണ്, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. അന്ന് ആ ചാനലിൽ എന്ത് നടന്നുവെന്നും അതിനുശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നും അവരെ നേരിട്ട് അറിയുന്ന വ്യക്തികൾക്കറിയാം. ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് കർമ്മ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പേടിപ്പിക്കല്ലേ. എനിവേ, വാലിനുള്ള മറുപടി ഇത്രയും തൽക്കാലം ഞാൻ ഒതുക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.